സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. ക്ലാസ് കാണാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസ് ഓരോ ക്ലാസ്സും അതിൻ്റെ ടോപ്പിക് വൈസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രേഡ് 10 ലെസൺ 1 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. ഓൾറെഡി എസ് ബ്ലോക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളും പറഞ്ഞതുകൊണ്ടാണ് ആ വീഡിയോ അത്രയും ലെങ്തി വന്നത്. ഇനിയുള്ളതൊക്കെ നമ്മൾ ഷോർട്ടാക്കി കുഞ്ഞു വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം കുറേ വീഡിയോ കാണുമ്പോൾ നമുക്കായാലും ബോറടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ വെറും പി ബ്ലോക്ക് മാത്രം പറഞ്ഞത്. കാരണം എനിക്കതിൽ കാര്യമായിട്ട് പറയാനില്ല. ഓൾറെഡി നമ്മൾ എസ് ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ യു ക്യാൻ സീ ദ പീരിയോഡിക് ടേബിൾ കാണുന്നില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ നേരെ വര പോലത്തെ അല്ലേ. എത്രയുണ്ട്? ഹൈഡ്രജൻ, ലിഥിയം. അപ്പോൾ എന്നോട് ആരൊക്കെയോ ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കേണ്ടത്, എത്ര എണ്ണം. ബെറ്റർ ലേൺ ഗ്രൂപ്പ് വൈസ് ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. അതായത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. കേട്ടോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നതാണ് ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. അത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ്. പിന്നെ ഒരു 10 എലിമെൻറ്റ്സ് ഉണ്ട്. അത് ഫുള്ളിരുന്ന് പഠിക്കുക വെച്ചാൽ നമുക്ക് കാര്യം നടക്കില്ല. അപ്പം നമ്മൾ ആ ഫസ്റ്റത്തെ ലൈൻ എങ്കിലും ഒന്ന് പഠിക്കുക. സ്കാൻഡിയം, ടൈറ്റാനിയം, വെനീഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അത് മാത്രം പഠിച്ചാൽ മതി. ആ ഒരു ലൈന് മാത്രം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി വരുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്ക് എലിമെൻറ്റ്സ്. എവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 13th മുതൽ 18th വരെ ഉള്ളതാണ് പി ബ്ലോക്ക്. എന്തുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആസ് പി ബ്ലോക്ക്? ബിക്കോസ് ദി ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദ പി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ടു ദ പി സബ്ഷെൽ. സോ ദേ ആർ കോൾഡ് ആസ് പി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഇത്രയും കാര്യം നമ്മൾ അറിയുന്ന കാര്യമാണല്ലോ. ഇനിയാണ് നമ്മൾ ഈ പി ബ്ലോക്ക് എലിമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ പ്രോപ്പർട്ടീസൊക്കെ ചെറിയ രൂപത്തിൽ പഠിക്കുമ്പോൾ പി ബ്ലോക്ക് എലിമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയാൻ പോവാണ്. ഗ്രൂപ്പ് 13 to 18. The elements in the group 13 to 18th of the periodic table are known as P block elements. So first the point endana? The elements from group 13 to 18 belongs to the P block elements. Why they are called as P block element? Because the last electrons enters into the P subshell. എവിടെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ enters into the പി സബ്ഷെൽ. ഇനി അതിലുള്ള എലിമെൻസിനെ നമ്മൾ ഒരു ഫാമിലിയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ ഗ്രൂപ്പിന്, അതായത് പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പിനെ നമ്മളൊരു ഫാമിലി നെയിമിലാണ് പറയുക. ഈ ഫസ്റ്റ് എലിമെൻറ്റ് ബോറോൺ ആയതുകൊണ്ട് ഈ ഒരു ഫാമിലി, അതായത് ഗ്രൂപ്പ് 13 ഇസ് നോൺ ആസ് ബോറോൺ ഫാമിലി. ഏതൊക്കെയാണ് ഗ്രൂപ്പ് 13 ആ ഫാമിലിയിൽ വരുന്നത്? ബോറോൺ ഫാമിലിയിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആൻഡ് നിഹോനിയം. ഈ നിഹോനിയം എന്നൊക്കെ പറഞ്ഞത് ഇപ്പം കണ്ടുപിടിച്ച എലിമെൻ്റ് ആണ്. സോ ബെറ്റർ നിങ്ങൾ ഇതുവരെയെങ്കിൽ പഠിക്കുക. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നിർബന്ധമായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് കാർബൺ ഫാമിലി. കാർബൺ ആണല്ലേ ഫസ്റ്റ് മെമ്പർ. കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ ആൻഡ് ലെഡ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ്. ആൻഡ് ഇവിടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, ഫ്ലെറോവിയം. അത് ശരിക്കും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ന്യൂലി കണ്ടുപിടിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇത്രയും പഠിക്കും. കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ, ലെഡ്. പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഓക്സിജൻ ഫാമിലിയിൽ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലോറിയം ആൻഡ് പൊളോണിയം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, എസ്റ്റാറ്റിൻ. Then comes the important group of the P block element. ഇവരെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്ന ആൾക്കാർ. ഇനേർട്ട് ഗ്യാസസ്: ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് ഇനേർട്ട് ഗ്യാസസ്. എന്താണ് ഇനേർട്ട് ഗ്യാസസ്? ഇനേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഗ്യാസസ്. എന്തുകൊണ്ട് അവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരു എലിമെൻറ്റും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇൻ ഓർഡർ ടു അറ്റെയിൻ ആൻ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 8, അതായത് ഒക്ടറ്റ് റൂൾ.
പക്ഷേ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർമോസ്റ്റ് ഷെൽ. അപ്പോൾ അവർക്ക് ആരും ഇലക്ട്രോൺ വേണ്ടതാനും അവർക്ക് ആരതും കൊടുക്കാനും ഇല്ല. നമുക്ക് നോക്കാം. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം 1s2 2s2 2p6 കണ്ടോ, 2 8. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ ആർഗൺ എടുത്ത് നോക്കാം. 18 1s2 2s2 2p6 3s2 3p6. നോക്കൂ, 2 8 8. ഔട്ടർമോസ്റ്റിൽ എത്രയുണ്ട്? 8 ഇലക്ട്രോൺ. So all the elements which are present in the 18th group have outermost shell completed. നമുക്കറിയാം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പോൾ ചോദിക്കും അതെന്താ ഹീലിയം അവിടെ വന്നിരിക്കണേ? ഹീലിയത്തിന് ആകെ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ അല്ലേ? ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 1s2 അതിനെ സംബന്ധിച്ചിട്ട് ഒരൊറ്റ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അവർക്കിനി ആ ഷെല്ലിൽ നിന്ന് ഒരാളെ കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഷെല്ലിൽ നിന്ന് ഒരാളെ വാങ്ങാനോ അവർക്ക് ആവശ്യമില്ല. ദേ ഓൾറെഡി കംപ്ലീറ്റ്ലി ഫിൽഡ് എസ് സബ് ഷെൽ ഉണ്ട്. ഇതേപോലെ all the elements have outermost electronic configuration of 8. So they don't have a tendency to take part in reaction. That's why they are called as inert gases. Inert എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഇല്ല, ഇനേർട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലിമെൻസിൻ്റെ ഗ്രൂപ്പും അവരുടെ ഫാമിലിയും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ദേ ഹാവ് ദ ഗ്രൂപ്പ്, ദ പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ആർ ദോസ് വിച്ച് ആർ ഫ്രം ഗ്രൂപ്പ് 13 to 18 ആൻഡ് ദേ ഹാവ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ സെൻറ്റേഴ്സ് ഇൻ ദ പി സബ്ഷെൽ. ഇനി നമ്മൾ അതിലുള്ള എലിമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് പറയാം. അവർ സോളിഡ് ആണ്, ലിക്വിഡ് ആണ്, ഗ്യാസ് ആണ്. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറേ എലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ? സോ ദേ കൺസിസ്റ്റ് ഓഫ് ബോത്ത് സോളിഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട് ആൻഡ് ഗേഷ്യസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. സോളിഡ് ആയിട്ടുള്ളതിന് കുറച്ച് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം. അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, ടിൻ, ലെഡ്, അങ്ങനെ കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. ഒരു 3-4 പഠിച്ചു വയ്ക്കാം. ലിക്വിഡ് ആയിട്ടുള്ള എലിമെൻറ്റ് ഇതിൽ കാണിക്കുന്നതൊന്ന് ബ്രോമിനാണ്. ഏതാണ് ലിക്വിഡ് ആയിട്ടുള്ള എലിമെൻ്റ് എന്ന് പറയുന്നത്? ബ്രോമിൻ. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് കാണാം ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഗ്യാസ്, അങ്ങനെ കുറേ എലിമെൻറ്റ്സ് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള എലിമെൻറ്റ്സിൽ നമുക്ക് എങ്ങനെ പറയാം? വി ക്യാൻ സി ബോത്ത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലിമെൻറ്റ്സിനെ കാണുന്നുണ്ട്. സോളിഡ് ആയാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാം. അലൂമിനിയം, നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ മാത്രം പഠിക്കുക. അലൂമിനിയം, ടിൻ, എസ് എന്ന് പറഞ്ഞാൽ ടിന്നാണ്, പി ബി എന്ന് പറഞ്ഞാൽ ലെഡാണ്. അങ്ങനെ നമ്മൾ അറിയുന്നത് മാത്രം പറഞ്ഞു വെച്ചോളൂ. ലിക്വിഡ് ആയിട്ട് ഇതിൽ കാണുന്നത് ബ്രോമിനാണ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഹീലിയം, നിയോൺ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ എന്താണ് നമുക്കറിയാം. എന്താണ് ഇവരൊക്കെ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റിൽ കാണുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് എന്ന് നമുക്ക് പറയാനുള്ളത് ഇവരുടെ മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക്, അതിനതിൻ്റെ മുന്നേ നമുക്ക് അയണൈസേഷൻ എനർജി പറയാം. അപ്പോഴാണ് നമുക്ക് മെറ്റാലിക്കിന് നോൺ മെറ്റാലിക് ഒക്കെ പറയാൻ എളുപ്പമാവുക. അയോണൈസേഷൻ എനർജി. നൗ യു ലുക്ക് അറ്റ് ദ പീരിയോഡിക് ടേബിൾ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ താഴേക്ക് വരുമ്പോൾ എന്താ പെടുക? സൈസ് കൂടും. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? ഗ്രൂപ്പിലേക്ക് പോകുമ്പം സൈസ് കുറയും. നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ താഴേക്ക് പോകുന്നുള്ള സൈസ് കൂടും, ലെഫ്റ്റിലേക്ക് പോകുന്നുള്ള ഒരൊറ്റ കോഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പഠിത്തം താഴേക്ക് പോകുമ്പോൾ നമുക്ക് 0 കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര ചിന്തിച്ചത്. പിന്നെ നിങ്ങൾക്ക് ഏത് കാര്യം എഴുതാൻ എളുപ്പമാണ്. അതായത് നമ്മൾ ഇപ്പം നമ്മുടെ താഴേക്ക് പോയാൽ എന്ത് പറ്റും? നമ്മൾ 0ൻ്റെ അടുത്തേക്ക് എത്തും. അതായത് 0 ആയിക്കൊണ്ടേയിരിക്കും അല്ലേ? താഴേക്ക് വരുന്നതിനനുസരിച്ച് 0ൻ്റെ വലുപ്പം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താ? അപ്പോൾ ഈ താഴേക്ക് വരുന്നത് 0 വലുതാവുക എന്ന് മനസ്സിലായാൽ ലെഫ്റ്റിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതാവുകയാണ് അല്ലേ? സൈസ് കുറഞ്ഞു വരികയാണ്. സൈസ് കുറയുമ്പോൾ എന്ത് പറ്റും എന്നാണ് നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് സൈസ് കുറയുന്നത്? ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ നമ്മൾ ആ എസ് ബ്ലോക്ക് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പയർഡ് ടു എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ദ സൈസ് ഓഫ് ദ എലിമെൻറ്റ്സ് ഇൻ ദ പി ബ്ലോക്ക് ആർ സ്മോൾ അല്ലേ? നമുക്കറിയാം ഈ നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. ഷെല്ലിൻ്റെ നമ്പറിൽ ഒരു മാറ്റവും സംശയമുള്ളവർ വീണ്ടും ആ എസ് ബ്ലോക്ക് ഒന്നുകൂടെ കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഷെല്ലിൻ്റെ സൈസ് ഒന്നുമല്ല കൂടുന്നത്, അതിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുന്നത്. ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയേഴ്സിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ ന്യൂക്ലിയേഴ്സിന് അട്രാക്ഷൻ, അതായത് ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സൈസ് ചെറുതായിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കറിയാം കമ്പയർഡ് ടു എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് എലിമെൻറ്റ്സിന് എന്താണ്? സൈസ് കുറവാണ്.
സൈസ് കുറവാന്ന് പറയുമ്പോൾ അയണൈസേഷൻ എനർജി എന്ത് പറ്റും? അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞത് ഒരു എനർജിയാണ്. എത്ര കുറച്ച് എമൗണ്ട് ഓഫ് എനർജി, അതായത് മിനിമം എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. എത്ര കുറച്ച് എനർജി കൊടുത്താലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുക. ആ എനർജിയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി, അല്ലെങ്കിൽ ആ എലിമെൻ്റ് അയോൺ ആക്കാനുള്ള എനർജി എന്ന് പറയുന്നത്. സൈസ് കുറയുമ്പോൾ എന്ത് പറ്റും? അട്രാക്ഷൻ കൂടുതലായിരിക്കും. സോ വി ഹാവ് ടു പ്രൊവൈഡ് ഹൈ അയണൈസേഷൻ. നല്ല എനർജി കൊടുത്താലേ ഒരു ഇലക്ട്രോണിനെ പിടിച്ച് പുറത്തെത്തിക്കാൻ പറ്റൂ. സോ ദ പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഹാവ് ഹൈ അയോണൈസേഷൻ എനർജി. സൈസ് കുറഞ്ഞാൽ, സൈസ് കുറവുള്ള ഒരാളാണെന്ന് വിചാരിക്കാം, അപ്പം എന്ത് പറ്റും? ഈ ന്യൂക്ലിയസിലെ പോസിറ്റീവിന് ഈ നെഗറ്റീവായിട്ട് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോണെ നമ്മളൊന്ന് പുറത്ത് ഒഴിവാക്കാൻ വി ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് ഹൈ എനർജി. സോ അയണൈസേഷൻ എനർജി ഈസ് ഹയർ. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഒരാളാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെൻഡൻസി ടു അക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ സ്പീഡിൽ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്, അതെന്താ പറയുക, ഇൻട്രസ്റ്റ് അല്ലേ. പുറത്തുള്ള കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ഗ്രൂപ്പ് 13 to 17, 18 ഇലക്ട്രോൺ ആവശ്യമില്ല. 13 to 17 has a greater tendency to accept an electron. So they have high electronegativity. The energy alla, they have a greater tendency to accept an electron. So they have high electronegativity. എന്തുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് 18 ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ കാര്യം പറയാത്തത്? Because they have already completely filled outermost shell, so they don't need an electron. അവർക്ക് ഇലക്ട്രോൺ ആവശ്യമില്ല. സോ ടിൽ ഗ്രൂപ്പ് 17 വരെയുള്ള ആയിരിക്കും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്, പി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് ഇത്. വിച്ച് ഇസ് ദ എലിമെൻറ്റ് ഇൻ ദ പി ബ്ലോക്ക് വിച്ച് ഇസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്? ഏതായിരിക്കും ഏറ്റവും കാരണം ഇവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇല്ല, സീറോ ആണ്. എന്തുകൊണ്ടാണ്? ദേ ഡോണ്ട് ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. അപ്പോൾ ഇതില്ല ആൾക്കാർക്കാണ്. നമുക്കറിയാം ഇവിടേക്ക് വരുമ്പോൾ സൈസ് കുറഞ്ഞു അത് ഫ്ലൂറിൻ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ് അല്ലേ. പിന്നെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം സൈസ് കൂടി വരും അല്ലേ. അപ്പം ഏറ്റവും ചെറിയ ആൾക്കാർക്കായിരിക്കും ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി, ഗ്രേറ്റർ ടെൻഡൻസി ആയിരിക്കും എന്തിന്? ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. സോ ദ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഇസ് ദി most electronegative element in the periodic table. ആരാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻറ്റ്? ഫ്ലൂറിൻ. Why? Because it is a greater tendency to accept an electron pair towards air, because it is having the smallest size. അതിനാണ് ഏറ്റവും ചെറിയ സൈസും വരുന്നത്. ഇവരുടെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വെച്ചാൽ they don't have a tendency to accept. അവർക്ക് ഫുള്ളാണ്, അവർക്ക് ഇനി ആരെയും ആവശ്യമില്ല. അയണൈസേഷൻ എനർജി പറഞ്ഞു, ഹൈ അയണൈസേഷൻ എനർജിയാണ് ഇവർക്ക്. കാരണം നല്ല എനർജി കൊടുത്താൽ ഒരു ഇലക്ട്രോണിനെ പുറത്തെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ കൂടുതൽ ഉണ്ടാവുക? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് ഉണ്ട്, ഇതിൽ കുറച്ച് നോൺ മെറ്റൽസ് ഉണ്ട്, പിന്നെ ഈ രണ്ട് സ്വഭാവം കാണിക്കുന്ന മെറ്റലോയിഡ്സുകളും ഉണ്ട്. ഇവിടെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ്, ഇത് ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ ഇതിലുള്ള മെറ്റൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അലൂമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, പിന്നെ ടിൻ ഉണ്ട്. ലെഡൊക്കെ എന്തിൽ വരുന്നതാണ്? മെറ്റൽസിൽ വരുന്നതാണ്. നോൺ മെറ്റൽസിൽ വരും കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫോസ്ഫറസ്. ഇവരൊക്കെ എന്തിൽ വരുന്നതാണ്? നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി മെറ്റലോയിഡ്സും ഉണ്ട്, സിലിക്കൺ, ജെർമാനിയം എന്നൊക്കെ പറയുന്നത് എന്താണ്? മെറ്റലോയിഡ്സ്. ദി ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ദി മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദി കൺസിസ്റ്റ് ഓഫ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. പി ബ്ലോക്ക് എലിമെൻറ്റ്സ്. എസ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദേ ആർ മെറ്റൽസ് ആണ്. ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ ആണ്. ഇവിടെ മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, പിന്നെ എന്താ പറയുക മെറ്റലോയിഡ്സ്. ബട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് കൂടുതലും നോൺ മെറ്റൽസ് ആണ്. ഇവിടെ കൂടുതലും എന്താണ്? നോൺ മെറ്റൽസ് ആണ്. ആര്? നമ്മുടെ പി ബ്ലോക്ക് എലിമെൻറ്റ്സ്. ഇനി നമുക്ക് പറയാനുള്ളത്, സോ വി ക്യാൻ സേ ഹിയർ വിച്ച് ദേ ഹാവ് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. നിങ്ങളോട് മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ലെഡ്. ഇതൊക്കെ എന്തിൽ വരും? മെറ്റൽസിൽ വരും.
നോൺ മെറ്റൽസിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് കാർബൺ, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, അങ്ങനെ ഫോസ്ഫറസ്. ഇതൊക്കെ നോൺ മെറ്റൽസിൽ വരും. മെറ്റലോയിഡ്സിൽ വരും സിലിക്കൺ, ജെർമാനിയം, പിന്നെ ടിന്ന് വരില്ല. സിലിക്കൺ, ജെർമാനിയം, ആൻറ്റിമണി, ടെലൂറിയം, ഇതൊക്കെ എന്തിൽ വരും? മെറ്റലോയിഡ്സിൽ വരുന്ന കുറച്ച് ആൾക്കാർ. കുറച്ചെങ്കിലും എലിമെൻസിന് മെറ്റൽസ് പഠിച്ചു വെക്കുക. അലൂമിനിയം ഒക്കെ നമുക്കറിയാം. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ലെഡ്. നോൺ മെറ്റൽസിൽ അത് നമുക്കറിയാം. കാർബൺ, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഫോസ്ഫറസ്. മെറ്റലോയിഡ്സ് ആർ ദോസ് വിച്ച് ഷോയിങ് ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പറയുമ്പോൾ സിലിക്കൺ, ജെർമാനിയം, ടിൻ, ലെഡ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു പീരിയോഡിക് ടേബിൾ കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാം ഏതൊക്കെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് എന്താ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മുടെ എസ് ബ്ലോക്കിൽ കണ്ടു +1 അല്ലെങ്കിൽ +2 ആയിരുന്നു അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷേ ഇവരുടെ കേസിൽ ദേ ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ചില എലിമെൻറ്റ് +1 കാണിക്കുന്നവരുണ്ട്, +3 കാണിക്കുന്നവരുണ്ട്, +5 കാണിക്കുന്നവരുണ്ട്, -2, -1, -3, +5, +7, അങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രത്യേകമായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹയർ ക്ലാസ്സസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. പക്ഷേ നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. ഓക്സിജൻ -2 ആണ്. ഓക്സിജൻ ഫ്ലൂറിൻ -1 ആണ്. ക്ലോറിൻ -1, ബ്രോമിൻ -1, അയഡിൻ -1. ബിക്കോസ് എന്താണ്, ഈ 17 എലിമെൻറ്റിലൊക്കെ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 1 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് ഇവർക്ക് എന്താണ്, -1 ആണ്. ഇവിടെ ഓക്സിജൻ, സൾഫർ, സെലീനിയത്തിനൊക്കെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. നൈട്രജനൊക്കെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, -3 കാണിക്കുന്നുണ്ട്. ഫോസ്ഫറസിനും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പം ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലൈക്ക് -2 കാണിക്കുന്നവരുണ്ട്, -3 കാണിക്കുന്നവരുണ്ട്, -5 കാണിക്കുന്നവരും, -7 കാണിക്കുന്നവർ വരും ഈ ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ദേ ഫോം മോർ കോവലന്റ് ബോൺസ് ആണ്. നമ്മൾ നേരത്തെ എസ് ബ്ലോക്കിൽ അയോണിക് ബോൺസ് ആണ് പഠിച്ചത് അല്ലേ. ഷെയറിങ്, അതായത് ഒരാൾ കൊടുത്തിട്ട് ഒരാൾ വാങ്ങുന്നു. ഷെയറിങ് അല്ല, ഇവിടെ എന്താണ്, കോവാലന്റ് ബോണ്ടാണ്. ഇവിടെ കുറേ എലിമെൻറ്റ്സ് കോവലന്റ് ബോണ്ടും കാണിക്കുന്നത്. സോ നമ്മളിവിടെ ഇന്ന ബോണ്ടൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. ദേ ഷോസ് മെയിൻലി കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ആണ്. ഇതിലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ അധികം കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമുക്കറിയാം. The p block elements comes under the group from group 13 to 18 and they are called as p block because the last electron enters into the p subshell. They consist of elements with both solid, liquid and gaseous state. Solid aluminum, silica, phosphorus, antimony. Then liquid state ഉള്ളത് ബ്രോമിൻ ആണ്. gaseous state helium, nitrogen, oxygen, chlorine. They have high ionization energy because their size is smaller compared to S block elements. So they have high ionization energy. Electronegativity tendency to accept. Since their size is small, they have a greater tendency to accept an electron. So they have high electronegativity. The most electronegative element in the periodic table is fluorine. പിന്നെ പറഞ്ഞത് they consist of metals, non-metals and metalloids. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ലെഡ് ഒക്കെ വരുന്നത് മെറ്റൽസിലും. നോൺ മെറ്റൽസ് കാർബൺ, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഫോസ്ഫറസ് comes under non-metals. മെറ്റലോയിഡ് സിലിക്കൺ, ജെർമാനിയം, ടിൻ, ടെലൂറിയം ഒക്കെ ആൻറ്റിമണി, ടെലൂറിയം എന്നൊക്കെ പറയുന്നത് മെറ്റലോയിഡ്സിലാണ്. ദെൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദേ ഷോ -2, -3, +1, -1 അങ്ങനെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും they are showing. നമുക്ക് ആവശ്യമില്ല, they show variable oxidation state. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ എസും പി ബ്ലോക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തറോ ആയ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആൻസർ നോക്കാതെ ഫസ്റ്റ് യു ഡു ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യൂ ഇത് നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എലിമെൻറ്റ് XY ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് റെഫർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇസ് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എലിമെൻറ്റ് XY outer electronic configuration 3s2 X into 3s2 3p5 Y into you have to write the complete shell electronic configuration, atomic number എഴുതണം, പീരിയഡ് എഴുതണം, ഗ്രൂപ്പ് എഴുതണം, ബ്ലോക്ക് എഴുതണം. എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ഡൗൺ ചെയ്തിട്ട് സ്വന്തമായി ചെയ്ത് നോക്കുക. ദെൻ വി ക്യാൻ ഷുവർ ദാറ്റ് നമ്മൾ പഠിച്ചു എന്നുള്ള കാര്യം. So the outer electronic configuration 3s2 എന്ന് പറഞ്ഞാൽ complete electronic configuration 1s2, 2s2, 2p6, 3s2.
ഔട്ടർ കോൺഫിഗറേഷൻ 3s2 3p5 ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ഈസി 1s2 2s2 2p6 3s2 3p5. ഇനി അടുത്തത് അറ്റോമിക് നമ്പർ എഴുതണം. അറ്റോമിക് നമ്പർ എഴുതാൻ എളുപ്പമാണ്. എല്ലാ ഇലക്ട്രോൺസിനെയും കൗണ്ട് ചെയ്ത് 2 4 6 6 + 6 12. ഇത് 2 4 6 12 12 + 5 17. ഇനി എന്നോട് ചോദിച്ചു വിച്ച് ഇസ് ദ ഗ്രൂപ്പ് മീൻസ് പീരിയഡ് ഒറ്റയടിക്ക് ആൾക്കാർ PS എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ നമ്പർ, എത്ര ഷെല്ല് ഉണ്ടെന്നുള്ളത്. ഷെല്ല് എത്ര എണ്ണ 1 2 3. സോ ഇറ്റ് ബിലോങ് ടു ദ തേർഡ് പീരിയഡ് ആൻഡ് ഇറ്റ് ബിലോങ് ടു 1 2 3. ഇതും ഏത് പീരിയഡിലാണ്? 2 പേർക്കും 3 ഷെല്ലുകൾ. സോ ഇറ്റ് ബിലോങ് ടു ദി തേർഡ് പീരിയഡ്. ഇനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം ഔട്ടർ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് ഏത് സബ് ഷെല്ലിലാണെന്നുള്ളത്. എസ് സബ് ഷെല്ലാണ്. അപ്പോൾ എളുപ്പമാണ്, ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ആ നമ്പർ അങ്ങ് എഴുതിയിട്ടാൽ മതി. കാരണം എസ് ബ്ലോക്കിൽ 2 ഗ്രൂപ്പുകളിൽ ഫസ്റ്റും സെക്കൻഡും. ഔട്ടർ ഇലക്ട്രോൺ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് പി ആണ്. പി ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമുല 12 + 5. കാരണം 12 എലിമെൻറ്റ്സ് 12 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് 13 14 ഉള്ള പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 12 + 5. സോ ഇറ്റ് ബിലോങ് ടു ദ 17th ഗ്രൂപ്പ്. ഇനി ഏത് ബ്ലോക്കാണ്? ബ്ലോക്ക് ഇതാ എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത്. സോ എസ് ബ്ലോക്ക്. ഇത് പിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ. സോ ഇറ്റ് ബിലോങ്സ് ടു ദ പി ബ്ലോക്ക്. അതവിടെ കഴിഞ്ഞു. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ, വിച്ച് എലിമെൻറ്റ് ഹാസ് വാലൻസി 1? ഇതിൽ ഏത് എലിമെൻറ്റിനാണ് വാലൻസി 1? സെക്കൻഡ് വൺ, വിച്ച് എലിമെൻറ്റ് ഷോ മെറ്റാലിക് ക്യാരക്ടർ? ഏത് എലിമെൻ്റ് ആണ് ഇതിൽ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുക? നെക്സ്റ്റ് റൈറ്റ് ദ കെമിക്കൽ കോമ്പൗണ്ട് ഫോംഡ് ബൈ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈയും ഉള്ളൊരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാൻ. റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒക്കെ സിമ്പിളാണ്, കാണുമ്പോൾ എന്തൊക്കെയോ തോന്നും, പക്ഷെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. വിച്ച് എലിമെൻറ്റ് ഹാസ് വാലൻസി 1? വാലൻസി 1 എന്ന് പറഞ്ഞാൽ either it has a greater tendency to donate or accept an electron. അല്ലേ? വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the tendency to take part in a reaction by giving or accepting or sharing ആണ്. അപ്പം നമ്മൾ ഇതിൽ നോക്കുക, ഇവിടെ എസ്സിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? അപ്പം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. 2 8 2. ഇതാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ഷെൽ വൈസ്. അതൊന്ന് എഴുതി നോക്കിയാൽ എളുപ്പമാണ്. സെക്കൻഡിൻ്റെത് 2 8 7. 2 8 7. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ്ലി 2 ആണ്. സോ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ദ 2 ഇലക്ട്രോൺ. ഇവിടെ 2 8 7 ആണ്. 7 ഉണ്ടാകുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 1. ആരെങ്കിലും ഒരു ഇലക്ട്രോൺ തന്നാൽ മതി, ഒരു ഇലക്ട്രോൺ. സോ ഇറ്റ്സ് വാലൻസി വിൽ ബി 1. അപ്പം ഇവിടെ വിച്ച് എലിമെൻറ്റ് ഹാസ് വാലൻസി 1? വൈ. കാരണം ഔട്ടർ മോസ്റ്റ്ലി 8 ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഇവർക്കുള്ളൂ. ഇനി വിച്ച് എലിമെൻറ്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടർ? മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ, ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് എൻ ഇലക്ട്രോൺ. അത് നമുക്കറിയാം, നമ്മുടെ എസ് ബ്ലോക്കിലെ ആൾക്കാർക്കാണ്. അതും വേണ്ട, ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആണ്. അപ്പം മെറ്റാലിക് ക്യാരക്ടർ അല്ല. മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞാൽ കൊടുക്കുക, അതായത് ആർക്കെങ്കിലും ഇലക്ട്രോണിനെ കൊടുക്കുക, ഇലക്ട്രോ പോസിറ്റീവ് ആവുക. അതിതായി ഇവർക്ക് ആ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ദേ ഹാവ് ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് 2 ഇലക്ട്രോൺസ്. സോ ദ വിച്ച് ഹാസ് ഷോ മെറ്റാലിക് ക്യാരക്ടർ എക്സ്. ഇനി നിങ്ങളോട് ചോദിച്ചു റൈറ്റ് എ കെമിക്കൽ കോമ്പൗണ്ട് ഫോംഡ് ബൈ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ കെമിക്കൽ കോമ്പൗണ്ട് ഫോം ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ 2 പേരെയും വാലൻസി അറിയണം. ഓൾറെഡി നമുക്ക് വൈൻ്റെ വാലൻസി അറിയാം. വൈൻ്റെ വാലൻസി 1 ആണ് അല്ലേ? എക്സിൻ്റെ വാലൻസി നമുക്കറിയാം. ഇറ്റ് ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ്. എക്സിൻ്റെ വാലൻസി 2 ആണ്. ഇറ്റ് ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ഡൊണേറ്റ് 2 ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ വാലൻസി അതിൻ്റെ തലേൻ്റെ മുകളിൽ എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? വി വിൽ ഇൻ്റർചേഞ്ച് അല്ലേ? താഴേക്കും ഇത് എഴുതും. അപ്പം എക്സിൻ്റെ താഴെ വൈൻ്റെ വാലൻസിയും വൈൻ്റെ താഴെ എക്സിൻ്റെ വാലൻസിയും വന്നു. സോ ദ കോമ്പൗണ്ട് ഇസ് XY2. അറിയാലോ, അതായത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. എക്സിൻ്റെ വാലൻസി എന്ന് പറയുന്നത്, എക്സിൻ്റെ വാലൻസി ഇറ്റ് ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് 2 ഇലക്ട്രോണാണ്. അപ്പോൾ അതിൻ്റെ വാലൻസി അതിൻ്റെ തലേൻ്റെ മുകളിൽ എഴുതിക്കോളൂ. വൈൻ്റെ വാലൻസി അതിൻ്റെ തലേൻ്റെ മുകളിൽ എഴുതിക്കോ. 1 ആണ്. ഇറ്റ് ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ്. വാലൻസി എഴുതുമ്പോൾ നമ്മൾ പ്ലസ്സോ മൈനസോ ഒന്നും എഴുതണ്ട. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 2നെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. എന്നിട്ട് അത് താഴെ കൊടുക്കുക. എക്സിൻ്റെ 2 വൈൻ്റെ താഴെയും വൈൻ്റെ 1 എക്സിൻ്റെ താഴെയും. x1 y2 വരും. 1 എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട. സോ ദ കോമ്പൗണ്ട് ഫോംഡ് ഇസ് XY2. മനസ്സിലായല്ലോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആട്ടോ. എക്സ് ആൻഡ് വൈ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വി ഹാവ് ടു റെപ്രസെൻറ്റ് ദ പ്ലസ് ഓർ മൈനസ് സൈൻ. അപ്പം എക്സിന് ഇവിടെ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് വിൽ ബി ഹാവിങ് +2 അല്ലേ? കൊടുക്കുക, ഒരാൾ 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോണിൻ്റെ നമ്പറും ഇലക്ട്രോണിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. ഒരു പ്രോട്ടോൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചാർജാണ് കൂടുതൽ ഉണ്ടാവുക? പ്രോട്ടോണിൻ്റെ പ്ലസ് ചാർജ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ പ്ലസ് ചാർജ്. അപ്പം എക്സിൻ്റെ വാലൻസി മീൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തുണ്ട്? +2ഉം വൈന് ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആണ്. അതായത് ഇപ്പം തന്നെ നോക്കിക്കോ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ളത്. ആരെങ്കിലും ഒരു ഇലക്ട്രോൺ ഇതിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ നമ്പർ അവിടെ കൂടുന്നില്ല, ഒരു ഇലക്ട്രോൺ ആണ് കൂടുന്നത്. ഇലക്ട്രോൺ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചാർജ് കൂടും? മൈനസ് ചാർജ്. സോ വൈ വിൽ ബി ഹാവിങ് -1. അപ്പം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തല്ലോ, നന്നായി മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ നമ്മൾ പി ബ്ലോക്കിൻ്റെ കാര്യം പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡി ബ്ലോക്കാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളാം. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പീരിയോഡിക് ടേബിൾ എത്ര വരെ പഠിക്കണം എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്? അത്ര ഡൗട്ട്സ് തന്നെ ആരും ചോദിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കാര്യമായിട്ടുള്ള ഡൗട്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എസ് ബ്ലോക്കിൽ ഒരു പോയിന്റ് പറഞ്ഞു, ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അതായത് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ദ എലിമെൻറ്റ്സ് ഇൻ ദ എസ് ബ്ലോക്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ബേസിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദേ റിയാക്ട് വിത്ത് ആസിഡ് അല്ലേ? നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആസിഡ് പ്ലസ് ബേസ് ദേ ഗീവ്സ് വാട്ടർ ആൻഡ് സോൾട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ദേ വിൽ പ്രൊഡ്യൂസ് സോൾട്ട് ആൻഡ് വാട്ടർ. അതാണ് അവിടെ. അപ്പം ഇവരുടെ ഹൈഡ്രോക്സൈഡ്സോ അല്ലെങ്കിൽ ഇവരെ ഓക്സൈഡ്സോ ആർ ബേസസ് ഇൻ നേച്ചർ. അവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ മാത്രം ബേസസ് ആവുന്നല്ല ഞാൻ പറഞ്ഞത്. സർട്ടൻ ഓക്സൈഡ്സ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ they will be converting into hydroxide. നമ്മൾ കാണിച്ചു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ചില ഓക്സൈഡ്സ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ബട്ട് സം ഓക്സൈഡ്സ് ആർ ഡയറക്ട്ലി റിയാക്ട് വിത്ത് ആസിഡ്സ് ടു ന്യൂട്രലൈസ് ദം ഇൻ ടു സോൾട്ട് ആൻഡ് വാട്ടർ. അപ്പോൾ അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. അല്ലാതെ ഇത് എല്ലാം ഡിസോൾവ് ചെയ്തിട്ട് വെള്ളത്തിൽ റിയാക്ട് ചെയ്തിട്ട് ബേസസ് ആവുന്നല്ല. ബേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ക്യാൻ റിയാക്ട് വിത്ത് ആൻ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവർ ന്യൂട്രലൈസ് ചെയ്യും ആസിഡിനെ. അങ്ങനെ പ്രോപ്പർട്ടി ഉള്ള കുറേ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും എസ് ബ്ലോക്കിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലെന്തോ എവിടെയോ ഒരു കൺഫ്യൂഷൻ ആർക്കോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ. ഓക്കെ, താങ്ക് യു.